ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു സാധാരണ ഇൻവെർട്ടർ എങ്ങനെ പക്ക ആയിട്ട് അല്ലെങ്കിൽ പ്യുവറായിട്ട് സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം, KCB ചാർജിങ് എങ്ങനെ ഡിസേബിൾ ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എങ്ങനെയാണ് ഒരു സിംഗിൾ ബാറ്ററി ഇൻവെർട്ടർ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് സോളാർ പാനൽ. ഇതാണ് സോളാർ പാനൽ വരുന്നത്. 450 വാട്ട്സിൻ്റെ വിക്രം ബ്രാൻഡ് ഹാഫ് കട്ട് മോണോപർക്ക് പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ GIയുടെ 1.25 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ISI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് വയറിങ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കേബിള് 4 mm DC കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. MC4 കണക്ടറൊക്കെ കൊടുത്ത് ഭംഗിയായ രീതിയിൽ തന്നെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഉറപ്പിക്കാനായിട്ട്. നമ്മളിതോടൊപ്പം ഈ സൈറ്റ് ചെയ്ത മറ്റൊരു വർക്കാണ് റാക്കോൾഡിൻ്റെ 100 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഡോർ സെറ്റപ്പ് വരുന്നത്. ഇവിടെ കാണുന്ന പോലെ സോളാർ എന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് വന്ന് എൻ്റർ ചെയ്യുന്നു. ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഒരു 6 DC കേബിൾ ഉപയോഗിച്ചിട്ട് ലെഗൊക്കെ അടിച്ച് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ ഇൻവെർട്ടർ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം അതിൻ്റെ KCB ചാർജിങ് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടും KCB ലൈനും മാറി മാറി സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബാറ്ററി എപ്പോഴാണോ 50% താഴെയാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിന് താഴെയാകുന്നത്, അപ്പോൾ ലോഡിനെ മുഴുവൻ KCBയിൽ ഡ്രൈവ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം വെയിൽ വന്ന ശേഷം എപ്പോഴാണോ ബാറ്ററി ഫുള്ളാകുന്നത് അപ്പോൾ വീണ്ടും KCB ലൈൻ കട്ട് ചെയ്ത് ലോഡ് ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പിലേക്ക് ഇടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇൻവെർട്ടറിന് KCB സപ്ലൈ ഡയറക്റ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒരു കാരണവശാലും പഴയ ഇൻവെർട്ടർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നൊരവസ്ഥ, അല്ലെങ്കിൽ KCBയിൽ നിന്ന് കണ്ടെടുത്ത് ചാർജ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ ചാർജ് കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ കാണാം, ഇൻവെർട്ടറിലേക്ക് പോകേണ്ട പോർഷൻ നമ്മൾ നേരെ ചേഞ്ച് ഓവർ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് പഴയ മൈക്രോടെക്കിൻ്റെ ഒരു ഇൻവെർട്ടറാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്. ഇതിന് 32 ആംപിയർ വരെ കറണ്ട് കപ്പാസിറ്റി ഉള്ള ഡിവൈസാണ്. നോർമലി ഇത് നമ്മൾ ജനറേറ്റർ KCB സപ്ലൈ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ്. ഇവിടെ നോക്കിയാൽ കാണാം ലോഡിലേക്കുള്ള ഫേസ് ന്യൂട്രൽ കാണാം. അതുപോലെ തന്നെ ജനറേറ്റർ ഇവിടെ നമ്മളതിന് പകരം ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ ഫേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ KCB ഫേസ് ന്യൂട്രൽ കൊടുത്തിരിക്കുന്നു. ചാർജ് കൺട്രോളറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബാറ്ററി ഓൾമോസ്റ്റ് ചാർജഡാണ്. 13.7 വോൾട്ട് ആകുമ്പോൾ ചാർജർ എന്ന് കാണിക്കും. നമ്മൾ വെച്ച് 2 ദിവസത്തോളമായി. 6 യൂണിറ്റ് ക്യുമുലേറ്റീവായിട്ട് ആഡ് ആയിട്ടുണ്ട്. മെയിൻസ് അവൈലബിൾ ആണ്, പക്ഷേ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു കാരണം ബാറ്ററി ഫുള്ളായി. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ബാറ്ററി. എക്സൈഡിൻ്റെ 150 AH ഒരു പഴയ ബാറ്ററിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട് ഇപ്പോഴും.